സർക്കാരുകളുടെ നിർദ്ദേശപ്രകാരമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ കരാർ അടിസ്ഥാനത്തിൽ ഡ്രൈവർമാരെ നിയമിക്കുന്നതെന്ന് മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര. PSCയിൽ നിന്നുള്ള നിയമനം എന്തുകൊണ്ട് നടക്കുന്നില്ലെന്ന് പരിശോധിക്കണമെന്നും മേയർ പറഞ്ഞു. കണ്ണൂരിൽ കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. കേരളത്തിൽ ഡ്രൈവർമാർക്ക് സർക്കാർ തലത്തിൽ നിയമനം കിട്ടാത്ത പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണെന്ന് മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പറഞ്ഞു. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലടക്കം ഡ്രൈവർമാരെ വാഹനം ഉൾപ്പെടെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കണം എന്നാണ് സർക്കാർ നിർദ്ദേശം. കഴിഞ്ഞ 10 വർഷവും ഇതുതന്നെയായിരുന്നു സ്ഥിതി. ദിവസവേതനത്തിലാണ് മിക്ക ഡ്രൈവർമാരെയും നിയമിക്കുന്നത്. PSC നിയമനത്തിന് തടസ്സം എന്താണെന്ന് പരിശോധിക്കണമെന്നും മേയർ പറഞ്ഞു. നമ്മുടെ ഡ്രൈവർമാര് ഗവൺമെന്റ് PSC നിയമനം നടത്താതെ അവരെല്ലാം കരാർ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത്. എൻ്റെ ഓഫീസിലുള്ള ഡ്രൈവർമാരുണ്ട് ഇവിടെ 2-3 പേര്, പക്ഷെ മറ്റുള്ളവരൊക്കെ കരാർ അടിസ്ഥാനത്തിലാണ്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൻ്റെ ഗൗരവം ഇപ്പോൾ ഇവിടെ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതിന് നിങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. സർക്കാർ തന്നെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. കാരണം ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വാഹനം ഉൾപ്പെടെ ഡ്രൈവർമാരുൾപ്പെടെ കരാർ അടിസ്ഥാനത്തിൽ ടെൻഡർ വിളിച്ച് നിയമിക്കണം എന്നുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ തന്നെ ആ തരത്തിലേക്ക് മുന്നോട്ട് പോയത്. എന്നാൽ പോലും നമ്മളുടെയൊക്കെ അവിടത്തേക്ക് വേക്കൻസി, ഡ്രൈവർമാരുടെ വേക്കൻസി ഉണ്ട്. പക്ഷെ അതിലേക്ക് PSCയുടെ നിയമനം നടന്നു കാണുന്നില്ല. അതുകൊണ്ടാണ്. പക്ഷെ ആ ഒരു കാര്യം ഗൗരവത്തോടു കൂടെ തന്നെ കാണുന്നു. അത് നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായും നടത്തും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ലിസ്റ്റിൽ ആളുണ്ടെങ്കിൽ അവർക്കും നിയമനം നൽകണം. പങ്കാളിത്ത പെൻഷൻ വലിയ രീതിയിലുള്ള പ്രയാസം ജീവനക്കാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതടക്കമുള്ള എല്ലാ വിഷയങ്ങളും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മേയർ പറഞ്ഞു. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ. ഡ്രൈവർ തസ്തിക സംരക്ഷിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, മരവിപ്പിച്ച ലീവ് സെന്റർ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും സമ്മേളനം മുന്നോട്ടുവെച്ചു. സ്വാഗത സംഘം ചെയർമാൻ CP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് G രമേശ്, ജോയിന്റ് കൌൺസിൽ ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ, VC റഫീഖ്, സജീവൻ ചാത്തോത്ത്, P വിനിൽകുമാർ, O അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.